ഇപ്പോഴാ ശ്രീനി എന്താ, ശ്രീനി എൻ്റെ ക്യാരക്ടറിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ശ്രീനി എന്താ നന്നായി സംസാരിക്കും, പുതുതായിട്ട് ഒരാളെ കണ്ടാൽ നന്നായി സംസാരിക്കും. ഞാൻ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ്. ഞാൻ കുറച്ച് തുടക്കം സംസാരിക്കാനൊക്കെ കുറച്ച് ഷൈ ആണ്. പിന്നെ എല്ലാ ക്യാരക്ടറും ഓപ്പോസിറ്റാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ മാച്ച് ആവില്ല എന്ന്. പിന്നെ സംസാരിച്ച് എല്ലാം സെറ്റായി. അശ്ലി എന്നൊക്കെ ഭയങ്കര സുന്ദരിയായിരുന്നു. ചുട്ടി ഈ സംഭവമൊക്കെ ഞാൻ ഒരു ഭയങ്കര ഓവറായിരിക്കും എന്ന് വിചാരിച്ച, പക്ഷെ അല്ല, അതെല്ലാം അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. കമ്പില്, മാല, എല്ലാം ഈവൻ ലെൻസ് വെച്ച് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്റെ ആ നല്ല മനസ്സ് എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരു ചെക്കനെയാണ് ആശ്ലിക്ക് കിട്ടിയത്. ഇതിൽ എല്ലാരും അഭിമാനിക്കണം. എനിക്ക് സന്തോഷമുണ്ട് ആശ്ലിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഭാഗം കിട്ടിയത്. ആശ്ലി സന്തോഷിച്ചോളൂ. ഇതിനും വലിയൊരു നല്ല കാര്യം ആശ്ലിക്ക് കിട്ടാനില്ല. ഓക്കെ ഗൈസ്, ബൈ. ഞങ്ങൾ തമ്മിലൊരു 6 year ഏജ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഒരു സിസ്റ്റർ വൈബിനേക്കാളും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എല്ലാ രീതിയിൽ എല്ലാം ഷെയർ ചെയ്യുന്നതും അവളാണ് എല്ലാം. ചേട്ടൻ ആള് ഭയങ്കര വൈബായിട്ടുള്ള ആളാണ്. അവർ തമ്മിൽ ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആരുമായിട്ടൊരു ബോണ്ടിങ് ആവില്ല, ഭയങ്കര സ്ലോയിലായിരിക്കും. പക്ഷെ ചേട്ടനുമായിട്ട് പെട്ടെന്ന് അടുത്ത് അവർ തമ്മിൽ നല്ല സെറ്റായി, നല്ല ബോണ്ടായി. എനിക്കാണെങ്കിലും ചേട്ടൻ അവർ തമ്മിലൊരു അടിപൊളി വൈബായിട്ട് തോന്നും. ആഷ്ലി എന്റെ കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു. പക്ഷെ കോളേജ് വെച്ച് ഞാൻ ഒരിക്കലും ആഷ്ലിനെ കണ്ടിട്ടില്ല. ആദ്യം ഭയങ്കര ഒരു പാവം പിടിച്ച് സംസാരിക്കാത്ത ഒരു കുട്ടിയാണെന്നാണ് വിചാരിച്ചിട്ടത്. ഞാൻ വിചാരിച്ചത് തെറ്റായിരുന്നു. നല്ലോണം സംസാരിക്കും, സ്മാർട്ടാണ്, ലവബിൾ ആണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. கண்மணியே உனை சேர പാതയെങ്കിലും മൗനം നിലൈത്ത നെഞ്ചിലും കനാവിൽ എന്തൻ കാതൽ കൊണ്ടുവാ. நான் செல்லும் தூரமேலினும் காலம் கலைந்து போயினும் நிலாவை போலே வானம் வா வினோதமா தலைக்குமோ அகம் என்னவோ நீயும் இந்த விண்ணிலாடிடும் இரவின் வண்ணம் சேர்த்திடும் நிலவா பொன்கணம் கரைத்திடுமோ விதம்
ശ്രീനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനി അല്ലെങ്കിൽ ചീനി എന്നാണ് ഞാൻ വിളിക്കാറ്. ചീനി അണ്ണൻ എന്നാ കൊച്ചിലെ തൊട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. ആഷ്ലി എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞൂടാ, ഇത്ര സുന്ദരിയാണ് കുട്ടിയെ, പക്ഷെ മിടുക്കനാണ്. എല്ലാവിധ നന്മകളും അണ്ണനും ആഷ്ലിക്കും എന്നും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട്. Been following signs on the road, pretending to know where to go. Now we're bending and breaking the mold, searching for hope out on our own.